2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലും ഉണ്ട്, നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ്. അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾക്ക് വേണ്ടി സാധനങ്ങൾ: മല്ലിപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 3 ഗ്രൈൻഡറിൽ അടിച്ചെടുത്താണത്. മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, കുരുമുളകിൻ്റെ പൊടി, 2 കപ്പ് ചെറിയ ഉള്ളി, 10 സവാള, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വേപ്പില. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വിറകടുപ്പിലാണ് ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. സവാള വഴറ്റാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉരുളി നന്നായിട്ട് കാഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് ഉള്ളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. ഒരു 10 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ സവാളയാണിത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ സവാള ഇത്രയും ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സവാള എടുത്തിട്ട് ബാക്കി ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ബീഫ് കറിക്ക്. അപ്പം മടിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സവാള എടുക്കുന്നതിന് പകരമായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. ബീഫ് കറിയൊക്കെ ഇതേപോലെ വിറകടുപ്പിൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എത്രത്തോളം വഴറ്റാൻ പറ്റുമോ അത്രത്തോളം വഴറ്റി കൊടുക്കുക. കുക്കറിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ടേസ്റ്റ് എന്തായാലും കുക്കറിൽ വെച്ചാൽ കിട്ടൂല കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ വിറകടുപ്പിൽ വെക്കുന്ന ബീഫ് കറിക്ക്. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവണ വരെ സവാള വാറ്റി കൊടുക്കുക. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വാട്ടാൻ പറ്റുമെങ്കിൽ സവാള ഒന്ന് വാറ്റി കൊടുക്കുക. എനിക്കിപ്പോൾ വിറകടപ്പായതുകൊണ്ട് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒരു കരച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും വാട്ടാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ നാടൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർത്തേക്കണത്. ഒരു 10 പച്ചമുളകും 15 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഗ്രൈൻഡറിൽ അടിച്ചെടുത്താണിത്. ഇതൊന്നിട്ടിട്ട് 4 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു ഇത് മൊത്തത്തിൽ അടിച്ച് വന്നപ്പോൾ. ഇനി ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. 2 ചെറിയ തക്കാളിയാണ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. നാടൻ രീതിയിൽ ബീഫ് കറി വെക്കുമ്പോൾ തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് കുറയൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പണ്ടൊക്കെ കാരണന്മാരൊക്കെ ബീഫ് കറി വെക്കുമ്പോൾ തക്കാളി ഒന്നും ചേർക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്നാലും ടേസ്റ്റായിരുന്നു ബീഫ് കറിക്കൊക്കെ. തക്കാളി ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ചേർക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 8 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫിന് 8 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടിയും കുറച്ച് ഇടണം. ചില മുളക് പൊടി എരിവുള്ള കൂടുതലുള്ള മുളക് പൊടി ഉണ്ടാവും, ചിലത് എരിവ് കുറവുള്ള മുളക് പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1.25 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി. പിന്നെ വേണ്ടത് ഗരം മസാല 1 ടേബിൾ സ്പൂൺ നിറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാലയും കുരുമുളകൊക്കെ നമുക്ക് ബീഫ് കറി ആയതിന് ശേഷം
കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ബീഫ് കറിക്ക്. ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ബീഫ് എല്ലോടും നെയ്യോടും കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തേക്കണത്. ഇനിയിപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ബീഫ് കറി വെക്കുമ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് കിട്ടാറില്ല എന്ന് ബീഫ് കറി വെക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബീഫും പാകിസ്ഥാൻ ബീഫും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ 1/2 കിലോ ഇന്ത്യൻ ബീഫും 1/2 കിലോ പാകിസ്ഥാൻ ബീഫും മേടിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പാകിസ്ഥാൻ ബീഫിൽ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് മേടിക്കാം. അപ്പോൾ അതിൽ എല്ലും ഉണ്ടാവും, അത്യാവശ്യം നെയ്യും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വെച്ച അതേ ബീഫ് കറിയുടെ ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് തിളച്ചൊക്കെ വരുമ്പോൾ ബീഫിൽ നിന്നും കുറച്ച് വെള്ളം വരും. പിന്നെ ഇതിപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ചും കൂടി വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പൊന്നും കൂടി നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ബീഫ് കറി ആയിക്കൊണ്ടിരിക്കട്ടെ. അടിപൊളി മണം വരുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ ബീഫ് കറിയുടെ മണമുണ്ട് ഇവിടെ. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കുരുമുളകിൻ്റെ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ 1.25 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ചും കൂടി വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതൊന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പണി കഴിഞ്ഞിട്ടില്ല, ഒരു പണിയും കൂടി ഉണ്ട്. ഏറ്റവും അവസാനം ഇതിൽ ഒരു 5 ചെറിയുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം ഇതിലിട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ ബീഫ് കറിക്ക്. അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വിറകടപ്പിൽ ഞാൻ 2.5 മണിക്കൂർ വേണ്ടി വന്നത് വേവാനായിട്ട്. ഇതിപ്പോൾ കുക്കറിലാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ സവാള വഴറ്റി മസാലയൊക്കെ ഇട്ടതിന് ശേഷം ബീഫ് ഇട്ടിട്ട് കുക്കറിൽ വെക്കുമ്പോൾ ഇത്രയും വെള്ളം വേണ്ട കേട്ടോ. ഒരു 1/2 കപ്പോളം വെള്ളം മതിയാവും 2 കിലോ ബീഫിന്. പിന്നെ ഒരു 8 വിസിൽ വരുത്താം. അപ്പോൾ നമ്മുടെ നാവിൽ കൊതിയൂറും തനി നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ